ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിതുപോലെ ഒരു ഗൗൺ തയ്ക്കണം എങ്ങനെയാണെന്ന് കേട്ടോ വീഡിയോ. അതിൽ നമുക്ക് ഒട്ടും തയ്യലറിയാത്തവർക്കൊന്നും പറ്റിയ വീഡിയോ അല്ല ഇത്. ആദ്യം തന്നെ പറയുകയാണ്, കുറച്ചൊക്കെ തയ്യലറിയാവുന്നവർക്കാകുമ്പോൾ ഇത് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ തുണി നീളത്തിൽ മടക്കിയിട്ട് 54 ഇഞ്ച് വീതി നീളത്തിൽ നമ്മൾ ബാക്കിലെ പോർഷൻ ഫുൾ ഒറ്റയടിക്ക് വെട്ടിയെടുക്കുന്നത്. എന്താ വെച്ചാൽ അത് ഒറ്റ പീസ് തന്നെ, അതിനകത്ത് ജോയിൻറ്റോ ഒന്നുമില്ല. അതുകൊണ്ട് ഒറ്റ പീസിൽ ഇത് ഏകദേശം ഒരു 2.5 മീറ്റർ തുണിയുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിലെ പോർഷൻ വെട്ടി അളവെടുക്കുകയാണ്. 54 ഇഞ്ച് നീളം എടുത്തു. ഷോൾഡർ ഒരു 8 ഇഞ്ച്. ഇത് ഫ്രീ സൈസ് ആയിട്ടോ, അളവിട്ടൊന്നുമല്ല. ഏകദേശം ഒരു 40 ഇഞ്ച് വരെ ഉപയോഗിക്കാവുന്നതാണ്. കഴുത്ത് 3 ഇഞ്ച് ഇറക്കം കൊടുത്തു. കഴുത്തിൻ്റെ വിരിവും 3 ഇഞ്ച് തന്നെ. ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ വരച്ചു കേട്ടോ. കഴുത്ത് ഇത് ബാക്കിലെ കഴുത്താണ്, 3 ഇഞ്ച്. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ ഇതുപോലെ വരച്ചു. ഇനി ഷോൾഡർ നമ്മൾ 8 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 8 ഇഞ്ച് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഷോൾഡർ എത്രയാണോ അത്രയും തന്നെ കൈക്കുഴി എടുക്കുക. അതാണ് നമ്മൾ ഫ്രീ സൈസ് നമ്മൾ ടോപ്പും ചുരിദാർ നൈറ്റിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ 8 ഇഞ്ച് നമ്മൾ ഇതെടുക്കുമ്പോൾ 3 ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം വെട്ടിയേക്കണത് കൊണ്ട് ഓരോ ഇഞ്ചിനും 4 ഇഞ്ച് വെച്ച് ഷോൾഡർ കുറയും. 8 ഇഞ്ച് നമ്മൾ കറക്റ്റ് ഷോൾഡറിൻ്റെ അളവ് നമ്മൾ എടുത്തെങ്കിൽ ഇത് 3 ഇഞ്ച് എടുത്തുകൊണ്ട് ഒരു 3/4 ഇഞ്ചും കൂടി ഷോൾഡർ കുറയും കേട്ടോ. 4 ഇഞ്ച് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം എടുത്താൽ 1 ഇഞ്ച് ഷോൾഡർ കുറയ്ക്കും. 8 ഇഞ്ച് ഷോൾഡർ എടുത്തത് 7 ഇഞ്ചാവും. ഇപ്പോൾ നമ്മൾ 3 ഇഞ്ച് ബാക്കിലെ കഴുത്ത് എടുത്തതുകൊണ്ട് ഒരു 3/4 ഇഞ്ച് കുറച്ച് 7.25 ഇഞ്ച് നമ്മൾ ഷോൾഡർ എടുത്തു. അപ്പോൾ 7.25 ഇഞ്ച് തന്നെ കൈക്കുഴി. ഇനി കൈക്കുഴിയുടെ അവിടെ ആ അളവിൽ നിന്ന് നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ നമുക്ക് ഏകദേശം 40 ഇഞ്ച് എന്ന് പറയുമ്പോൾ 36 ഇഞ്ചിൻ്റെ ആകുമ്പോൾ നമുക്ക് 40 ഇഞ്ച് വരെയുള്ള വീതി ഇട്ട് കൊടുക്കാം. ഇത് ഗൗണല്ല, അപ്പം ഒരുപാട് ടൈറ്റ് ആയിട്ടിരിക്കേണ്ട. നമുക്കത് റഫ് യൂസിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇത് താഴെ കണ്ടോ. അപ്പോൾ നമ്മുടെ 10 ഇഞ്ച് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ വീതി ഇട്ടു. പിന്നെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ഇത് കൈക്കുഴിയാണ്. കൈക്കുഴിയുടെ അവിടെ നമ്മൾ ഷോൾഡർ കൊടുത്തതിന് അവിടെ നിന്ന് താഴെ വെട്ടി ഒന്ന് കർവ് ചെയ്ത് വരച്ചു കണ്ടോ. ഇങ്ങനെ കർവ് ചെയ്ത് വെക്കുക. ഇത് നമ്മൾ ആദ്യം വരച്ച 8 ഇഞ്ച് ഷോൾഡർ, ഇത് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം 3 ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി കുറച്ച് വരച്ച ഭാഗം കണ്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഷോൾഡറിൻ്റെ കൈക്കുഴിയുടെ അവിടെ വരച്ചേക്കണത്. ഇത് കറക്റ്റ് പോയിൻറ്റും ഇത് എക്സ്ട്രാ തയ്യൽ തുമ്പും. ഇനി ഇതേപോലെ തന്നെ ഹിപ്പിൻ്റെ അവിടെ ഏകദേശം 22 ഇഞ്ച് വരെ നമുക്കൊരു ഷേപ്പ് കൊടുക്കാം, ഹിപ്പിൻ്റെ സൈഡ് വരെ. അപ്പോൾ ഈ ഹിപ്പിൻ്റെ സൈഡിൽ നമ്മൾ ഒരു 44 ഇഞ്ചാണ് വീതി ഇടാൻ പോകുന്നത്. 44 ഇഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ 4/1 ഏകദേശം ഒരു 11 ഇഞ്ച് വരെ, ഒരു 11 ഇഞ്ച് വീതി നമ്മൾ ഹിപ്പിൻ്റെ സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതേ നമ്മൾ ഏകദേശം ഒരു 11 ഇഞ്ച് വീതിയിൽ നമ്മൾ ഹിപ്പിൻ്റെ സൈഡിൽ വരച്ചു കൊടുക്കണം. 22 ഇഞ്ച് വരെ മതി, അതിൽ കൂടുതൽ താഴോട്ട് പോകണ്ട. അപ്പോൾ 11 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നു കണ്ടോ. പിന്നെ എത്രയും തയ്യൽ തുമ്പും 1.5 ഇഞ്ചോ 2 ഇഞ്ചോ തയ്യൽ തുമ്പ്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ സൈഡിൽ നിന്ന് മുകളിലേക്ക് കൈക്കുഴിയുടെ അവിടം വരെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്തൊന്ന് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് വെട്ടാനുള്ളത് കണ്ടോ. കൈക്കുഴിയുടെ പോയിൻ്റാണ് ഇവിടെ, ഇത് ഹിപ്പിൻ്റെ പോയിൻ്റ്. അവിടെ നിന്ന് നമുക്കിങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഇതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാരി കൊണ്ടോ ഒക്കെ തയ്ക്കാം, നമുക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനാണ്. അല്ലാതെ നമുക്കിത് തയ്ച്ചു കൊടുത്ത് പൈസ വാങ്ങിക്കാനൊന്നുള്ള ഒരു ഉപാധിയൊന്നും അല്ല കേട്ടോ. ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഇടാനുള്ളതാണ്. നമ്മൾ തയ്യൽക്കൂലി കളയാതെ നമുക്ക് സ്വന്തമായിട്ട് തയ്ക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇതുപോലെ വെട്ടിയെടുക്കുക. കഴുത്ത്, ഷോൾഡർ, കൈക്കുഴി, ഈ സൈഡ് ഇവിടുന്ന് താഴെ വരെ വെട്ടാൻ പോവുകയാണ്. താഴെ നിന്ന് മുന്നിൽ ഞാൻ വെട്ടി വന്നേക്കുകയാണ്. ഇവിടുന്ന് കണ്ടോ, ഹിപ്പിൻ്റെ സൈഡിൽ നിന്ന് കൈക്കുഴിയുടെ അവിടേക്ക് വന്നു. അവിടെ നിന്ന് നമ്മൾ കൈക്കുഴി വെട്ടുകയാണ്. ഇത് ബാക്കിലെ പീസ് മാത്രം കേട്ടോ വെട്ടണത് കണ്ടോ. കൈക്കുഴിയുടെ അവിടെ നമ്മൾ വെട്ടി, ഷോൾഡർ വെട്ടി, പിന്നെ കഴുത്ത് അങ്ങനെ വെട്ടിയെടുത്തു. അപ്പോൾ നമുക്ക് ബാക്കിലെ പീസ് നമുക്ക് ഒറ്റ പീസായിട്ട് കിട്ടും. നമ്മൾ എപ്പോഴും കട്ട് പീസൊക്കെ വെച്ച് തയ്ക്കുമ്പോൾ നമ്മൾ ബാക്കിലെ പീസ് സിംഗിൾ പീസിൽ തന്നെ തയ്ക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ബാക്കിലെ പീസൊക്കെ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ടിലെ പീസ് പോലെയല്ല. ഇത് നമ്മൾ ബാക്കിലെ പീസ് ഒറ്റ പീസായിട്ട് വെട്ടിയെടുത്തു. ഇതാണ് നമ്മൾ തയ്ക്കേണ്ട പീസ് അളവ്. ഇവിടെ നിന്ന് ഇങ്ങനെ യോജിപ്പിക്കുക. നമുക്ക് ഫ്രണ്ടിലെ പീസ് എടുക്കാം. നമ്മൾ ബാക്കിലെ പീസ് വെട്ടിയെടുത്ത് അതിൻ്റെ ബാലൻസ് ഫ്രണ്ടിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇത് നമ്മൾ നിവർത്തുമ്പോൾ ഇങ്ങനെ ഇരിക്കുക. കഴുത്ത് ഇനി ഫ്രണ്ടിലെ പീസ് നമ്മൾ വെട്ടാനായിട്ട് അതിൽ വെട്ടിയെടുത്തതിൻ്റെ ബാക്കിയാണ് കണ്ടോ. ഇത് നമ്മൾ നേരെ തിരിച്ച് ഇങ്ങോട്ടായിട്ടേക്കണം. ഇത് ഓപ്പൺ ഭാഗം നടുവിലേക്കാണ് വന്നേക്കണേ. നമ്മൾ ബാക്കിലെ പീസ് വെട്ടിയപ്പോൾ ഓപ്പൺ ഭാഗം സൈഡിലേക്ക് വന്നു. ഇത് കണ്ടോ, ഇത് ഓപ്പൺ ഭാഗം നമ്മൾ നടുവിലേക്ക് വന്നേക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ആ സൈഡ് നമുക്ക് മുകളിലേക്ക് വരെ കിട്ടും. താഴെ നിന്ന് കണ്ടോ ഇവിടം വരെ കിട്ടും.
തിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് കിട്ടില്ല, അത് സൈഡിലായി പോകും. അപ്പോൾ അതുകൊണ്ട് ദേ ഇങ്ങനെ വെട്ടിയെടുക്കുക. ഇത് കറക്റ്റ് ഈ നീളത്തിന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വെട്ടിയെടുക്കുക. താഴെ നമ്മൾ ഇത്തിരി വിട്ടിട്ടുണ്ട്, അത് നമുക്കവിടെ വേറൊരു പീസാണ് വെച്ച് കൊടുക്കണേ, ആ താഴെ ഭാഗം, ഫ്രണ്ടിലെ താഴെ ഭാഗം. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് കട്ട് പീസ് വെച്ച് കൊടുക്കേണ്ടി വരും. ഈ സൈഡ് കണ്ടോ, ഇത് നമുക്ക് കറക്റ്റ് ഷേപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് ഈ നമ്മൾ സൈഡ് കൈക്കുഴിയുടെ അവിടെ നിന്ന് താഴേക്ക് വെട്ടി വരുന്നിടത്തുനിന്ന് ഇവിടെ നിന്ന് കണ്ടോ താഴെ വരെ ഇത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വിടണം. അപ്പോൾ സൈഡ് നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടി കണ്ടോ. ഇത് നമുക്ക് ഇവിടെ കുറച്ച് ഭാഗമാണ് നമ്മുടെ തുണി ചേർക്കേണ്ടത്. അത് നമ്മൾ ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്ന് മുതൽ നമുക്കൊന്ന് ഒന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ അങ്ങോട്ട് ഒരു കോട്ടിൻ്റെ ഏകദേശം ഒരു കോട്ട് ഇട്ടേക്കണ ഒരു ഷേപ്പിൽ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് അവിടെ ഇങ്ങോട്ടേക്ക് വേറൊരു പീസ് വെച്ച് കൊടുക്കണം. ഇതുപോലെ അങ്ങനെ വെട്ടിയെടുക്കാം. വെട്ടിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഇതുണ്ടോ, ഇങ്ങനെ ഒരു ഷേപ്പിലല്ലേ നമ്മൾ വെട്ടണേ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വേറെ പീസ് നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പില്ലാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ എങ്ങനെ ഉണ്ടോ ഇതേപോലെ വെട്ടിയെടുത്തു കണ്ടോ, നല്ല കറക്റ്റ് റൗണ്ട് ഷേപ്പാക്കി നമ്മൾ മോൾ ഭാഗം വരെ വെട്ടിയെടുത്തു. നമ്മൾ ഇവിടെ നിന്ന് ഇപ്പുറത്തേക്കുള്ള ഭാഗമാണ് നമ്മൾ വേറെ പീസ് വെച്ച് കൊടുക്കാൻ പോണത്. ഈ ഭാഗം കണ്ടോ, ഇങ്ങോട്ട് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ വേറെ എക്സ്ട്രാ പീസാണ് വെച്ച് കൊടുക്കണേ. അപ്പോൾ നമ്മൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കോട്ടിൻ്റെ പോലെയുള്ളൊരു ഷേപ്പ് കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഭാഗത്തേക്ക് നമുക്ക് ഏകദേശം ഒരു മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് അതും വെച്ച് കൊടുക്കാം, കൈയും വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരാനായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പീസാണ് വെച്ചേക്കണേ. ഇത് നമ്മൾ താഴെ വെച്ചു, എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് പീസ് ഇതാ ഇങ്ങനെ കൊടുക്കുക. നമുക്ക് ഇവിടം വരെയുള്ള കറക്റ്റാക്കി വെക്കണം കണ്ടോ, ഇവിടം വരെ നമുക്കത് കിട്ടണം. ഇനി വെച്ചു കണ്ടോ. ഇനി നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. ഈ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഈ പിങ്ക് പീസ് നമ്മൾ കട്ട് ചെയ്തേക്കണം അതേ ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് വരച്ച് വയ്ക്കുക. തുണിയിൽ വരച്ച് വയ്ക്കുമ്പോൾ നമുക്കത് വെട്ടിയെടുക്കാൻ എളുപ്പമുണ്ട് അതേ ഷേപ്പിൽ തന്നെ. ഇത് ഇതുപോലെ വരയ്ക്കണം. നമ്മൾ ഈ സൈഡും കൈക്കുഴി വരെ ഉള്ളതും വരച്ച് എടുക്കണം. അതേപോലെ വരച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കണ്ടോ. ഇങ്ങനെ ഇതുപോലെ വരച്ചിട്ടുണ്ട്. കൈക്കുഴി ഷോൾഡറും വരച്ചു. ഇനി നമുക്കിത് ഇവിടെയും വരച്ചു കണ്ടോ. നമുക്കിത് എടുക്കാം രണ്ട് പീസ്. വെട്ടി ഈ കൈക്കുഴി വെട്ടിയെടുത്തു. പിന്നെ ഷോൾഡറും കറക്റ്റാക്കി. ഇപ്പോൾ ഇതാ കണ്ടോ നമ്മുടെ പീസ് കണ്ടോ. തയ്ച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ ഇരിക്കുക. നമുക്കിത് പിടിപ്പിക്കാനായിട്ട് ആദ്യം നമുക്കിതിൻ്റെ ഇപ്പുറത്തെ സൈഡ് കുറച്ചുകൂടി വെട്ടാനുണ്ട്. ഈ സൈഡും കൂടി വെട്ടിയെടുക്കാനുണ്ട്. ഇതേ ഷേപ്പിലും കൂടി വെട്ടിയെടുക്കണം കണ്ടോ. ഇതുപോലെ വെട്ടിയെടുക്കാം. വരച്ചതിനേക്കാളും ഏകദേശം ഒരു അര ഇഞ്ച് കൂട്ടിയാണ് വെട്ടിയെടുത്തേക്കണേ. ഇത് ഫ്രണ്ട് പീസ് ഞാൻ കൂട്ടിയെടുത്തു. ഫ്രണ്ടിലെ പീസ് കൂട്ടി അടിച്ച് വെച്ചേക്കുന്നുണ്ട് മോൾ ഭാഗം വരെ. താഴെ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ട് കൂട്ടിയടിച്ചു. പിന്നെ സൈഡ് ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്ത് നമുക്ക് അകത്തേക്ക് മടക്കി അടിക്കണ്ടേ. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പീസിൻ്റെ മുകളിൽ കൂടി അടിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിങ്ങനെ മടക്കി അകത്തേക്ക് അടിച്ചിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് കണ്ടോ. ഇതുപോലെ ആദ്യം ഒന്ന് ഒരു 4 ഇഞ്ച് നീക്കി ഇങ്ങനെ അടിക്കുക. നമ്മൾ ആദ്യം അടിച്ചേക്കുന്ന അടുപ്പിൻ്റെ 4 ഇഞ്ച് നീക്കി അടിച്ചിട്ട് ഈ അടിച്ചേക്കുന്ന അടുപ്പ് അകത്തേക്ക് കൊടുക്കുക. നിങ്ങൾ അടിച്ചേക്കുന്ന കാണുമ്പോൾ മനസ്സിലാവും. ഇതേ കണ്ടോ ഒരു 4 ഇഞ്ച് നീക്കി ഞാനിത് ഇവിടെ നിന്ന് അടിച്ചു. ഇതിലേക്ക് അടിച്ച് പിടിപ്പിച്ചു ഈ കറുത്ത പീസിലേക്ക്. എന്നിട്ട് ഇനി ഇവിടെ നമ്മളിങ്ങനെ മടക്കി കണ്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ നല്ല കറക്റ്റ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിട്ടും കണ്ടോ. മടക്കാൻ എളുപ്പമുണ്ട്. ഇങ്ങനെ ആദ്യം ഒന്ന് അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് മടക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ കണ്ടോ രണ്ട് സൈഡും ഞാനിതുപോലെ അത് പിടിപ്പിച്ചു. ഇനി നമുക്കിതിലേക്ക് ഇത് കണ്ടോ ഇതുപോലെയാണ് വരിക. നല്ല ഭംഗിയായിട്ട് വന്നേക്കണം കണ്ടോ. ഇതിലേക്ക് രണ്ട് സൈഡിലേക്ക് നമ്മളിതിങ്ങനെ പിടിപ്പിച്ചു കണ്ടോ. നല്ല ഉറപ്പായിട്ട് നിൽക്കും ഇതിങ്ങനെ ആകുമ്പോൾ. അകംഭാഗമാണെങ്കിലും നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ അതിൻ്റെ കഴുത്തും ഷോൾഡറും ഒക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കാം. ബാക്കിലെ പീസ് അതേപോലെ തന്നെ വച്ച് ബാക്കിലെ പീസും അതിൻ്റെ ഫ്രണ്ട് പീസും കണ്ടോ. കഴുത്ത് മാത്രം നമുക്ക് ബാക്കിലെ പീസിൻ്റെ 3 ഇഞ്ചല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ വേണം. ഒരു 5 ഇഞ്ച് കഴുത്ത് കൊടുക്കണം കണ്ടോ. കുറച്ച് കൂടുതൽ കൊടുക്കാം. അപ്പോൾ അതാ ഏകദേശം ഒരു 5 ഇഞ്ച് കൊടുക്കാം നമുക്ക് ഫ്രണ്ടിലെ കഴുത്ത്. അത് നമ്മൾ സ്ക്വയറായിട്ട് അതൊന്ന് ഇങ്ങനെ മുകളിലേക്ക് വിരിവും വരച്ച് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ കൊടുക്കാം. കഴുത്ത് നമ്മളത് റൗണ്ട് ഷേപ്പിൽ വെട്ടി ആ ഷോൾഡറും കറക്റ്റാക്കി. അപ്പോൾ കണ്ടോ
ഇനി നമ്മളിതിങ്ങനെ കഴുത്തടിച്ചു. ഈ അടിക്കുന്നത് ഞാൻ നേരത്തെ ചുരിദാർ തയ്ക്കുന്നതിൻ്റെയും ബ്ലൗസിൻ്റെയൊക്കെ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വീണ്ടും വീണ്ടും വീഡിയോ ഇട്ട് അതിൻ്റെ ലെങ്ത്ത് കൂടിപ്പോകും വീഡിയോയുടെ. നമ്മൾ ഫ്രണ്ടിലെ കഴുത്തും ബാക്കിലെ കഴുത്തും വെച്ചു ജോയിൻറ്റ് ചെയ്തു. ഷോൾഡർ ക്രോസ് വെട്ടിയിട്ടാണ് നമ്മൾ ആ കഴുത്തിൽ പിടിപ്പിക്കണേ. അത് എളുപ്പമാണ്, നമുക്ക് വേറെ കൈ കൊണ്ട് തുന്നൊന്നും വേണ്ട. ഇനി നമുക്കിതിൻ്റെ കൈ ഇതുപോലെ നീളത്തിൽ നമ്മൾ നേരത്തെ ഗൗണിൻ്റെ ബോഡി വെട്ടാൻ വെച്ചില്ല, അതുപോലെ നീളത്തിൽ മടക്കിയിട്ട് തിരിച്ച് വീതിയിൽ മടക്കുക. കൈക്ക് എത്ര നീളം വേണോ അത്രയും നീളത്തിൽ ആദ്യം മടക്കുക. അപ്പോൾ ഏകദേശം ഒരു 6.5 ഇഞ്ച് നീളം കൈക്കുണ്ട് കണ്ടോ. ആ 6.5 ഇഞ്ച് നമ്മൾ നീളം കൈക്ക് എടുക്കുമ്പോൾ 10 ഇഞ്ച് വീതിയും കൊടുത്തിട്ടുണ്ട്. 6.5 ഇഞ്ചിൻ്റെ താഴെ നിന്ന് നമ്മൾ 3 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ 3.5 ഇഞ്ച് കണ്ടോ. താഴത്തെ നീളം 3.5 ഇഞ്ച് ആയിരിക്കണം. മുകളിലെടുത്തിട്ട് നീളത്തിൻ്റെ 3 ഇഞ്ച് കുറവ് വേണം താഴെ എടുക്കാനായിട്ട്, കൈയിൻ്റെ താഴെ. ഇതാ ഇങ്ങനെ എടുത്ത് നമ്മൾ ഫ്രണ്ട് ഒന്ന് കുഴിച്ചും വെട്ടണം. അപ്പോൾ കൈ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഷോൾഡർ, ടോപ്പിൻ്റെ തന്നെ ഷോൾഡർ നമ്മൾ കൈക്കുഴി നമ്മൾ ഫ്രണ്ടിലൊന്ന് കുഴിച്ച് വെട്ടണം കണ്ടോ. ഇത് ഏകദേശം നമ്മൾ കുറച്ചൊക്കെ തയ്യൽ പഠിച്ചവർക്കാകുമ്പോൾ നമുക്ക് ഉണ്ടല്ലോ ഡിസൈനൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അല്ലാണ്ട് ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് ഒട്ടും പറ്റില്ല ഇത് തയ്ക്കാനായിട്ട്. ഇത് നമ്മൾ കറക്റ്റ് ചെയ്തു. ഇതാ കണ്ടോ, ഇതിൻ്റെയും 2 സൈഡിലും ഫ്രണ്ടൊന്ന് കുഴിച്ചു വെട്ടി. ഇനി നമുക്ക് കൈയുടെ ഫ്രണ്ട് കുഴിച്ചു വെട്ടാം. കണ്ടോ, നമ്മളിതിൻ്റെ കൈ പിടിപ്പിക്കുന്നതിൻ്റെ ആ ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടും. ഇങ്ങനെ വെട്ടുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിൽ കഴുത്ത് അവിടെ ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോവില്ല. കൈക്കുഴിയുടെ അവിടെ ഒരുപാട് ചുളിവ് വരില്ല. ഇത് ഇങ്ങനെയാണ് പിടിപ്പിക്കണത് കണ്ടോ. അപ്പോൾ അതേ നമ്മൾ ഗൗൺ കൈയെല്ലാം പിടിപ്പിച്ചു കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ബട്ടൺസ് കൊടുക്കാം. ഇതിന് മോടി പിടിപ്പിക്കാനായിട്ട് കണ്ടോ ഇതുപോലെ ബട്ടൺസ് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ താഴെ കണ്ടോ ഞാൻ എക്സ്ട്രാ ഒരു പീസ് പിടിപ്പിച്ചു. ആ സ്ലിറ്റ് ഫ്രണ്ടിലൊരു താഴെ ഒരു സ്ലിറ്റും കൊടുത്തിട്ട് താഴെ ഒരു പീസ് കൊടുത്തു. പിന്നെ ഇതിൻ്റെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു കോട്ടിൻ്റെ ഒരു ഇത് കിട്ടാനായിട്ട് നമുക്ക് അവിടെ ഒരു വള്ളി കൊടുക്കാം, 2 വള്ളി. അത് താഴെ വേണമെങ്കിൽ താഴെ കൊടുക്കാം, കുറച്ച് കയറ്റി വേണമെങ്കിൽ കയറ്റി കൊടുക്കാം. പിന്നെ സൈഡിൽ പോക്കറ്റ് വേണമെങ്കിൽ പോക്കറ്റ് കൊടുക്കാം, ബാക്കിൽ വള്ളി കൊടുക്കാം. അങ്ങനെയൊക്കെ കൊടുത്ത് നമുക്ക് പലതരത്തിൽ ഇതിനെ ഭംഗിയാക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മളതിനെ ആക്കാം. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കണം കേട്ടോ, അത്യാവശ്യം തയ്യൽ അറിയാവുന്നവരൊക്കെ.